ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. ഇന്ന് ഈവനിങ്ങിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നും ആപ്ലിക്കേഷൻ കൊടുത്താല് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫ്രീ ആയിട്ട് വിസ കിട്ടി നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതിങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ മെജൂസ് പാർക്ക് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ടീച്ചേഴ്സിന് ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിനിങ് എടുത്തവരും ഇനി ആ ട്രെയിനിങ് എടുക്കാതെ നമ്മൾ സാറ്റർഡേസിൽ ഫ്രീ ക്ലാസ് കൊടുക്കാറുണ്ട്. ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ജോബ് കിട്ടിയ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കില് നമ്മള് മെജൂസ് പാർക്കിന്റെ നവംബർ പ്രാക്ടിക്കൽ സെഷൻ, കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ മെജൂസ് പാർക്ക് ടീച്ചേഴ്സിന് പ്രാക്ടിക്കലായിട്ട് ഒന്നും കൂടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് കൊണ്ട് ഇന്റർവ്യൂ, ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളിലുള്ള ഹെഡ്മാര് നേരിട്ട് വന്നിട്ട് ലൈവായിട്ട് അവർക്ക് മോക്ക് ഇന്റർവ്യൂ നടത്തി. അറബ് സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് ഇന്റർവ്യൂ, അതുപോലെ CBSE വ്യത്യസ്ത സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിലെ മോക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കൊണ്ട് ഡെമോൺസ്ട്രേഷൻ, ഒരു ഇന്റർനാഷണൽ സ്കൂൾ ലെവലിലേക്ക് എങ്ങനെയാണ് ഡെമോ കൊടുക്കേണ്ടത്, ഇത് കൊടുത്ത് ട്രെയിൻ ചെയ്തു. അതിൽ നിന്ന് ലാസ്റ്റ് വീക്ക് മാത്രം കിട്ടിയത് 33 ടീച്ചേഴ്സ് ആണ്. ഗൾഫിലെ 5 രാജ്യങ്ങളിലാണ് അവർക്ക് ജോബ് കിട്ടിയിട്ടുള്ളത്: ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, UAE ആൻഡ് സൗദി അറേബ്യ. ഇതുകൂടാതെ നാട്ടില് ബാംഗ്ലൂരിലും മുംബൈയിലും ജോബ് കിട്ടിയ ടീച്ചേഴ്സ് ഉണ്ട്. മാൽദീവ്സില്, ഇന്ത്യക്ക് പുറത്ത് വേറെ രാജ്യത്ത് മാൽദീവ്സിൽ ജോബ് കിട്ടിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കോഴ്സ് എടുത്തവരുണ്ട്. അപ്പോ ഇതിൽ നിന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത്, ഗൾഫില് ഹസ്ബൻഡുമാരുള്ളവർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങൾ ഫാമിലി വിസയിൽ വന്നാല്, സ്കൂൾ ജോയിൻ ചെയ്താല് അവര് നിങ്ങൾക്ക് തരുന്നത് 1 മന്ത് സാലറി മാത്രമാണ്. എന്നാൽ നമ്മൾ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുത്താലും ഒരുപാട് സ്കൂൾസ് വിളിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഖത്തർ, ദുബായ്, ബഹ്റൈൻ, ഈ 3 രാജ്യങ്ങളാണ് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് എടുക്കുന്നതും നമ്മുടെ ടീച്ചേഴ്സിന് കിട്ടിയതും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ തരുന്നത്. ഫസ്റ്റ്, നിങ്ങളൊരു ഇന്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് CV ചെയ്യേണ്ടത് എന്നുള്ളത്, ഒരു പെർഫെക്റ്റ് CV നിങ്ങൾ റെഡിയാക്കുക. രണ്ടാമത്തെ കാര്യം, ഗൾഫിലേക്ക് ജോബിന് പോകാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് നിർബന്ധമാണ് അല്ലെ. 6 മന്ത് വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട്, എക്സ്പയർഡ് ആവാൻ പോകുന്നതാണെങ്കിൽ നിങ്ങൾ പാസ്പോർട്ടൊക്കെ റിന്യൂ ചെയ്ത് അവർ നോക്കും. പാസ്പോർട്ടിൽ മിനിമം 6 മന്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു പാസ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമ്, ലിങ്ക്ഡിന്, ഫേസ്ബുക്ക്, മറ്റ് വാട്സപ്പ് ചാനലുകൾ, ന്യൂസ് പേപ്പർ, ഇതിലൂടെയൊക്കെയുള്ള ജോബ് വേക്കൻസീസ് നിങ്ങൾ നോക്കുക. അതിലൂടെ നിങ്ങൾ നേരിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗൾഫിലെ സ്കൂളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നാട്ടിലെ പോലെയല്ല കാര്യങ്ങൾ. ഇതറിയാത്തവരാണെങ്കിൽ എല്ലാ സാറ്റർഡേയും 8 o'clock മെജൂസ് പാർക്കിന്റെ ഫ്രീ മീറ്റിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഗൾഫിൽ ജോബ് നോക്കുന്നവർക്ക്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരും. അപ്പൊ അതിനനുസരിച്ചാവണം CV കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ അവർ നടത്തുന്നത്, ഒന്ന് ഓൺലൈനിലൂടെ ഇന്റർവ്യൂ നടത്തും, അതില്ലെങ്കിൽ കൊച്ചി, കാലിക്കറ്റ് ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർ നേരിട്ട് ഓഫ്ലൈൻ ഇന്റർവ്യൂ നടത്തും. അപ്പൊ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസിയാണ്. അവര് ദുബൈയിലോ ഖത്തറില് അല്ലെങ്കിൽ ഒമാനിലൊക്കെ ഇരുന്നിട്ട് നേരിട്ടാവും ഇന്റർവ്യൂ നടത്തുന്നത്. അതല്ല, നിങ്ങൾ ഓഫ്ലൈൻ ആകുമ്പോൾ ഒന്നും കൂടി ഈസിയാണ്. അപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് കുറെ ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, ഡെമോ അവരപ്പോൾ തന്നെ ചോദിക്കുമോ? ചില ആളുകള് അപ്പോൾ തന്നെ ഓൺ ടൈം ഡെമോൺസ്ട്രേഷൻ ചെയ്യിപ്പിക്കും. അപ്പൊ അത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് ഒരു ഡെമോ റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയും. അത് ഓഫ്ലൈൻ, ഇപ്പോൾ നമ്മുടെ ഒരു ടീച്ചർക്ക് ഇപ്പോൾ ഖത്തറിൽ കിട്ടി കഴിഞ്ഞ വീക്കില്. അപ്പൊ ടീച്ചർ എടുത്ത് ഫസ്റ്റ് അവർ കാലിക്കറ്റിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി, പിന്നെ ഡെമോ സെൻഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് 2 മിനിറ്റ്സിന്റെ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ടൊരു ഡെമോ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ മെത്തേഡ് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം, കുറെ ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു രാജ്യത്തിലേക്ക് പോവാൻ വേണ്ടി വിചാരിച്ചാൽ ആ രാജ്യത്തിലേക്കുള്ള അറ്റസ്റ്റേഷൻ എടുക്കാം അല്ലെ.
ഹസ്ബൻഡുമാരിപ്പോ ദുബൈയിലോ ഖത്തറിലോ സൗദിയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ രാജ്യത്തിലേക്കുള്ളത് നോക്കാം. പക്ഷെ ഓൺലൈനിൽ ഏതെങ്കിലും രാജ്യത്തിൽ കിട്ടിയാൽ പോകാന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഹസ്ബൻഡുമാര് നാട്ടിലുള്ളവര്, അപ്പൊ ഏത് അറ്റസ്റ്റേഷൻ എടുക്കും? അതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ നമ്മളെ ഖത്തറിൽ ജോബ് കിട്ടിയ ടീച്ചർ അടുത്ത് ചോദിക്കുമ്പോ പറയുന്ന കാര്യം, ഇങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ എടുത്തു വെക്കുക. അപ്പൊ നിങ്ങൾ ഒരു രാജ്യത്തിന്റെയും എംബസി അറ്റസ്റ്റേഷൻ അപ്പ് ചെയ്യേണ്ടതില്ല. പിന്നെ നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോബ് കിട്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഏത് രാജ്യത്താണോ നിങ്ങൾക്ക് കിട്ടിയത്, ഖത്തറാണോ ഒമാനാണോ UAE ആണോ, ആ രാജ്യം നോക്കിയിട്ട് അതിന്റെ എംബസി അറ്റസ്റ്റേഷന് നിങ്ങൾക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് എടുത്താൽ മതി. അത് ക്ലാരിറ്റി കിട്ടിയല്ലോ. ഇനി അടുത്ത കാര്യം ചോദിക്കാനുള്ളത്, ലേഡീസ് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ എന്നുള്ളതാണ് കുറെ ആളുകളുടെ ഒരു ഡൗട്ട്. അക്കോമഡേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്, UAE നിങ്ങൾക്ക് വിസ നമുക്ക് കിട്ടും. വിസ കിട്ടിയാൽ നമ്മൾ ഇപ്പൊ നിങ്ങൾ വിസിറ്റിലൊക്കെ പോയിട്ട് ജോബ് നോക്കുന്നവർക്ക് അല്ലാത്തവർക്കൊക്കെ അവർ വിസ തരും, ടീച്ചർമാർക്കുള്ള വിസ തരും. അപ്പോൾ നമ്മൾക്ക് ബാക്കി അക്കോമഡേഷന്, സ്കൂളിലേക്ക് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷന് ഇതെല്ലാം നമ്മൾ തന്നെ കണ്ടെത്തണം. അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. UAE ഒരുപാട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ജോബ് കിട്ടിയാൽ നമ്മൾ മെജൂസ് പാർക്കിനെ കോൺടാക്ട് ചെയ്യാൻ നമ്മളും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സിന് UAE ജോബ് കിട്ടിയവരുണ്ട്. ഓക്കെ, അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അതല്ല, ഖത്തറിലും ഒമാനിലും കിട്ടിയ ടീച്ചേഴ്സിന് പറയാനുള്ളത്, അവിടെ ഖത്തർ ഒമാൻ ഗവൺമെന്റ് അവിടുത്തെ സ്കൂൾസ് ടീച്ചേഴ്സിന് ജോബ് കിട്ടിയാൽ വിസയും തരുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നാട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടീച്ചേഴ്സ് ഖത്തർ ഒമാൻ സ്കൂളുകൾ ഒന്നും കൂടെ നോക്കിക്കോ, എന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തോ. കാരണം നമുക്കൊരു പുതിയ രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണ്? നമുക്കറിയൂല അവിടെ എവിടെ ഫ്ലാറ്റ് നമ്മൾ കണ്ടെത്തുക, സ്കൂളിന്റെ അടുത്ത് ഫ്ലാറ്റ് ഉണ്ടോ, ഇനിയിപ്പോ നമുക്ക് ഫ്ലാറ്റ് കിട്ടിയ സ്കൂളിലേക്ക് മോർണിംഗിൽ എങ്ങനെ പോവാം, ഇതൊക്കെ ഭയങ്കര ടെൻഷനാ അല്ലെ, ഹസ്ബൻഡുമാരില്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്, നിങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നു, നേരെ സ്കൂള് തരുന്ന അക്കോമഡേഷനിലേക്ക് പോകുന്നു, ഒന്നും കൂടെ ഈസിയാണ്. സോ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഖത്തറും ഒമാനും അവരാണ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇനി അറ്റസ്റ്റേഷന്റെ കാര്യം പറഞ്ഞു. ഇനി പറയാനുള്ളത്, ഇനി ഹസ്ബൻഡുമാര് ഗൾഫിലുള്ളവര് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഹസ്ബൻഡുമാരുടെ വിസയിൽ ഗൾഫിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്നുണ്ട് നമുക്ക് ജോബ് കിട്ടാന്. സൗദിയിലേക്ക് ജോബ് നോക്കുന്നവരോട് പറയാന്, സൗദിയിൽ നിന്ന് ഇന്റർവ്യൂ കിട്ടി നാട്ടിൽ നിന്ന് വരുന്ന കാര്യം അത്ര ഈസി അല്ല. അതുകൊണ്ട് നമ്മൾ മെയിൽ ടീച്ചേഴ്സിനോടും ഫീമെയിൽ ടീച്ചേഴ്സിന്റെ അടുത്തും പറയാറ്, നിങ്ങൾ വർക്ക് വിസ എടുത്തിട്ടാണ് സൗദിയിൽ ജോബ് നോക്കാൻ വരേണ്ടത്. ദുബൈയിലേക്ക് വിസിറ്റ് വിസയിൽ നമുക്ക് പോകാം, സൗദിയിലേക്കാവുമ്പോൾ വർക്ക് വിസയിലാണ് നിങ്ങൾ ജോബ് നോക്കി വരേണ്ടത്. അപ്പൊ നിങ്ങൾക്കൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്കാമ ഉണ്ടായാൽ മതി ഇവിടെ പണിയെടുക്കാന്. സ്കൂള് വിസ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല, സ്കൂളിന് നിങ്ങൾക്ക് വിസ തരുന്നതിന് പകരം നിങ്ങളുടെ വർക്ക് വിസയെ സ്കൂൾ വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവർക്ക് എളുപ്പമാണ്. ഇത് സൗദിയിലേക്ക് വരുന്നവരടുത്താണ് എനിക്കിത് പറയാനുള്ളത്. പിന്നെ സൗദിയിലേക്ക് മെയിൽ ടീച്ചേഴ്സിനാണ് ഒന്നും കൂടെ വർക്ക് വിസയിൽ വരാൻ നല്ലത്. ഫീമെയിൽ ടീച്ചേഴ്സിന് അധികം വർക്ക് വിസയിൽ എടുക്കുന്നില്ല, എന്നാൽ എടുക്കാതിരിക്കുന്നുമില്ല കേട്ടോ. കമ്പനിയിലേക്കൊക്കെ എടുക്കുന്നുണ്ട്, സ്കൂൾ എടുക്കുന്നത് കുറവാണ്, ചില സ്കൂളേ എടുക്കുന്നുള്ളൂ. അതില്ലെങ്കിൽ നിങ്ങൾ വർക്ക് വിസയിൽ വന്ന് ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സൗദി അറേബ്യയിൽ നിങ്ങൾ മാരീഡ് അല്ലാത്തൊരു ടീച്ചർ ആണെങ്കിൽ വന്നിട്ട് കാര്യമില്ല, ജോബ് കിട്ടില്ല, മാരീഡ് ആവണമെന്ന് നിർബന്ധമാണ്. ഇനി സൗദിയിലേക്ക് വരുന്ന സമയത്ത് സൗദിയിലേക്കും അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ മതി നമുക്ക്. പക്ഷെ നിങ്ങൾക്ക് ചില സ്കൂളൊക്കെ എംബസി അറ്റസ്റ്റേഷൻ അവർ ചോദിക്കും. അപ്പോൾ സൗദി എംബസി അറ്റസ്റ്റേഷൻ കുറച്ച് എക്സ്പെൻസീവാണ്. നിങ്ങൾ UAEയുടെ എംബസി അറ്റസ്റ്റേഷൻ എടുക്കുക, അത് സൗദി അറേബ്യയിൽ ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ എംബസി അറ്റസ്റ്റേഷന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം. സൗദി അറേബ്യയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോബ് നോക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ദുബൈയിലേക്ക് നിങ്ങൾക്ക് വിസിറ്റിലൊക്കെ പോയിട്ട് ഓൺ അറൈവൽ വിസയൊക്കെ എടുത്തൊക്കെ പോവാന്ന് പറയുന്നുണ്ട്.
ഒരു നാട്ടിൽ 25,000 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസ് ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ജോബ് നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഹസ്ബൻഡുമാര് നാട്ടിലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ജോബ് നോക്കാൻ ബെസ്റ്റ് പ്ലേസ് ഏതാ? കാര്യം പിടികിട്ടിയാലോ? ഒമാന്, ഖത്തർ, പിന്നെ UAE. ഒമാനിലും ഖത്തറിലും ആകുമ്പോൾ വിസയും കിട്ടും, അക്കോമഡേഷനും കിട്ടും, ട്രാൻസ്പോർട്ടും ഫ്രീ ആയിട്ട്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളൊക്കെ പോകുമ്പോൾ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോവാ. പിന്നെ സ്കൂളിൽ ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ട് പിന്നെ സാവധാനം നമുക്ക് എന്താണ് ഫുഡിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. UAE-യിലും ഈവൻ സൗദി അറേബ്യയിലൊക്കെ വിസ കിട്ടിയിട്ട് വരുമ്പോൾ ഒരു 15 days ഹോട്ടലിലെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ അക്കോമഡേഷൻ നോക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ. ഇനി BEdന്റെ കാര്യം ചോദിക്കുന്നവരോട്, സൗദി അറേബ്യയിലേക്ക് BEd നിർബന്ധമില്ല. ഡിസ്റ്റൻസ് ഡിഗ്രി എടുത്തവർക്ക് ഇവിടെ ജോബ് കിട്ടുന്നുണ്ട്. ബഹ്റൈനിൽ ജോലി കിട്ടിയ നമ്മുടെ ടീച്ചർ പറഞ്ഞത് ആളുടെ BEd റെഗുലർ ആണ്, ബാക്കിയുള്ളതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചതാണ്, ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും ഒക്കെ. അതുപോലെ നമ്മൾ ഖത്തറിൽ ജോലി കിട്ടിയ ടീച്ചർക്ക് ഡിഗ്രി വേറെ സബ്ജക്റ്റിലും PG രണ്ടും ഡിഫറെന്റ് സബ്ജക്റ്റിലാണ്, PG സബ്ജക്റ്റിലാണ് ടീച്ചർക്ക് ജോബ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ UAE-യില് അതുപോലെ ATS CV, കുറേ ആളുകൾ പറയും ദുബൈയിൽ ATS CV കിട്ടിയാൽ മാത്രമേ ജോലി കിട്ടൂ. ഒരിക്കലും ഇല്ല. പിന്നെ ATS അല്ലാതെ സാധാ CV കൊടുത്തിട്ടും ദുബൈയിൽ ജോലി കിട്ടിയവരുണ്ട്. അതുപോലെ ബഹ്റൈനിൽ കൊടുത്ത ടീച്ചർ നമ്മുടെ HBIT ഒക്കെ എടുത്ത ടീച്ചറാണ്. ടീച്ചർ പറഞ്ഞത് സാധാരണ CV, നമ്മൾ പറഞ്ഞ പോലുള്ളൊരു CV ആണ് ടീച്ചർ പിന്നെ ചെയ്തത്. സ്കൂൾ വെബ്സൈറ്റുകൾ നോക്കിയിട്ടാണ് ടീച്ചർ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സിന് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു. ഇനി ചെയ്യാനുള്ളത്, ഇനി നിങ്ങൾ വേക്കൻസിയുടെ കാര്യം ചോദിക്കും. നമ്മൾ മെജൂസ് പാർക്കിന്റെ ജോബ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ മെജൂസ് പാർക്ക് ടീച്ചേഴ്സിന് ഡിഫറെന്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കുള്ള, മെയിൻലി ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂള്, പിന്നെ CBSE സ്കൂളിലേക്കുള്ള ട്രെയിനിങ് വേണമെങ്കിൽ അതിന്റെ നമ്മുടെ ടീമിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് മെജൂസ് പാർക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നൊരു പ്രോമിസ്. എല്ലാ സാറ്റർഡേയും ഇന്ത്യൻ ടൈം 8 o'clock നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത്? നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ജോബ് ഗ്രൂപ്പ്, ട്യൂഷൻ ഗ്രൂപ്പ്, ഫ്രീ വെബിനാർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, അതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ തരുന്ന ട്രെയിനിങ്ങിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം നാട്ടിലെ സ്കൂള് പോലെയല്ല ഗൾഫിലെ സ്കൂള്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇവിടെ വന്ന് 16-17 വർഷമൊക്കെ വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. സോ നിങ്ങൾ ഗൾഫിലേക്ക് ജോബ് നോക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.